മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 1999 ഇന്ത്യയിൽ ഒഡീഷയിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹം അവിടെ കുഷ്ഠരോഗികളെ സഹായിക്കുകയും അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 മക്കളും കാറിൽ ഉറങ്ങുമ്പോൾ മതപരിവർത്തനം നടത്തി എന്ന പേരിൽ കുറെ ആളുകൾ ആ കാറിന് തീവെച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 മക്കളും കൊല്ലപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസ് മാധ്യമങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവസ്നേഹം അവർക്കും ലഭിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണം നടത്തുവാനായി അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെ അയക്കുന്നു. ആയതിനാൽ നിങ്ങൾ പാമ്പുകളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിർമ്മലരുമായിരിക്കുവിൻ. ഇവിടെ പാമ്പുകളെ പോലെ വിവേകികളാവുക എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനമാണ്. പ്രാവുകളെ പോലെ നിർമ്മലരായിരിക്കുവിൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൃദയശുദ്ധി ഉണ്ടാവുകയും ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ എവിടെയായിരുന്നാലും സുവിശേഷം ജീവിക്കുക, ആവശ്യമെങ്കിൽ മാത്രം പ്രസംഗിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്രകാരമാണ് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ പകർന്നു കൊടുക്കുന്നത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. ഒരിക്കൽ മാർക്ക് ട്വെയിൻ ഇപ്രകാരം പറയുകയുണ്ടായി: നമ്മുടെ മൃതസംസ്കാരത്തിൻ്റെ സമയത്ത് കുഴിവെട്ടുകാരൻ കൂടി കരയത്തക്കവണ്ണം മനോഹരമായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് നമ്മൾ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ചു, എപ്രകാരം നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിശ്വാസ പരീക്ഷണങ്ങളും ഉണ്ടാകും. പഴയ നിയമത്തിൽ നമ്മൾ അബ്രാഹത്തെ കാണുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അബ്രാഹം പലതരത്തിലുള്ള വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ ഇന്ന് അബ്രഹാം വിളിക്കപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. അബ്രാഹാം പൂർണ്ണമായും കർത്താവിൽ വിശ്വാസം അർപ്പിക്കുകയും ശരണപ്പെടുകയും ചെയ്തു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കർത്താവ് എൻ്റെ മുൻപിലുണ്ട്, കർത്താവ് എനിക്ക് വഴിയൊരുക്കും എന്നുള്ള വിശ്വാസം അബ്രാഹത്തിന് ഉണ്ടായിരുന്നു. അബ്രാഹാം മാത്രമല്ല, ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസിന് അറിയില്ലായിരുന്നു അവൻ വെള്ളത്തിന് മുകളിൽ കൂടി നടന്നു നീങ്ങുമെന്ന്. മോശയ്ക്ക് അറിയില്ലായിരുന്നു അവൻ ചെങ്കടൽ വിഭജിച്ച് അതിൻ്റെ നടുവിൽ കൂടി നടന്നു നീങ്ങുമെന്ന്. ദാനിയേലിന് അറിയില്ലായിരുന്നു അവൻ സിംഹങ്ങളുടെ കൂട്ടിൽ കഴിയുമ്പോൾ സിംഹങ്ങൾ നിശബ്ദരായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിജയിക്കുവാനല്ല, വിശുദ്ധരാകുവാനാണ്. നല്ല തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.